ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇതൊരു പുതിയ പാഠഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിസ്സാരമായിട്ടുള്ളൊരു പാഠഭാഗമല്ല. എന്താണ് ഇതൊരു നമ്മളുടെ കേരളത്തിൻ്റെ കേരളത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? ദൈവത്തിൻ്റെ സ്വന്തം നാട് അല്ലേ? ഇത്രയും പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം ലോകത്തിൽ വേറെ എങ്ങുമില്ല. അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള, അത്രയും പ്രകൃതി സുന്ദരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്രദേശത്ത്, നമ്മുടെ കേരളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എത്ര ജില്ലകളുണ്ട് കേരളത്തിൽ? 14 ജില്ലകളുണ്ട് അല്ലേ? അപ്പോൾ ഓരോ ജില്ലയ്ക്കും അവരുടെ ആ ജില്ലയിലായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ ആണെങ്കിൽ എന്താണ്? ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് വേണ്ട ഉദ്ദേശിച്ചത് കേട്ടോ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. അപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ ഏതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടെന്ന് നോക്കിയേ. ഏതൊക്കെയാ? ശംഖുമുഖമുണ്ട്, കോവളമുണ്ട്, പിന്നെ സൂ ഉണ്ട്, അങ്ങനെ ഒരുപാട് വിശേഷപ്പെട്ട കുറേ അമ്പലങ്ങളുണ്ട്, അതുപോലെ കുറേ പള്ളികളുണ്ട് അല്ലേ? ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് പിന്നെ നെയ്യാർ ഡാമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, വിനോദസഞ്ചാരപരമായിട്ട് കൂടുതൽ പ്രത്യേകതകൾ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ട്. അത് നമ്മുടെ കൊല്ലം ജില്ലയാണെങ്കിൽ നോക്കിക്കുക. കൊല്ലം ജില്ലയിൽ നമ്മളുടെ ഈ ഒരു മലയോര പ്രദേശമാണെങ്കിലും കൊല്ലം ജില്ലയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മളുടെ തെന്മല എക്കോ ടൂറിസം, സെന്തുരുണിയും അല്ലേ, അങ്ങോട്ട് പോകുമ്പോൾ 13 കണ്ണറപ്പാലവും എല്ലാം നമ്മളുടെ ഇവിടുത്തെ പ്രത്യേകതയാണ്. പിന്നെ കൊല്ലമാണെങ്കിൽ തന്നെ എന്താണ് പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താണ്? കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നാണ് പറയുന്നുണ്ട്. അതുപോലെ കൊല്ലത്ത് ബീച്ചുണ്ട്, ലൈറ്റ് ഹൗസ് ഉണ്ട്, പിന്നെ മൺട്രോ തുരുത്ത്, ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് മൺട്രോ തുരുത്ത്. അതുമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതുപോലെ പത്തനംതിട്ടയാണെങ്കിൽ തന്നെ പത്തനംതിട്ടയിലെ കെട്ടുവള്ളം അല്ലേ, കോന്നി, ആനക്കൊട്ടിൽ എല്ലാം ഓരോ സ്ഥലത്തെയും പ്രത്യേകതകൾ എടുത്തു പറയുന്നതാണ്. ആലപ്പുഴയൊക്കെ ആണെങ്കിൽ തന്നെ ഹൗസ് ബോട്ടിങ് ഏറ്റവും നല്ല എന്തെല്ലാം കണ്ടിട്ടുണ്ടോ? ആലപ്പുഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് മനോഹരമാണോ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താ എല്ലായിടും കുന്നും ചെരുവും മലയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ആലപ്പുഴയൊക്കെ എന്താണ് നോക്കി? ഒരേ നിരപ്പുള്ള പ്രകൃതിയാണ്, ഒരേ നിരപ്പിനുള്ള പ്രകൃതിയാണ്. ആ സ്ഥലത്ത് എന്താണ് അന്നത്തെ പ്രത്യേകത എന്താണ്? അവിടെ എല്ലാം നിറയെ വെള്ളമാണ്. പിന്നെ എന്തുണ്ട്? നിറയെ വെള്ളമുണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്. നമ്മുടെ മണ്ണ് തന്നെ എന്താണ്? നമ്മുടെ ബീച്ചിലെ മണ്ണ് പോലെ തന്നെ കിടക്കുകയാണ് ആലപ്പുഴയിലേക്ക്. പിന്നെ എറണാകുളം ആണെങ്കിൽ പിന്നെ എന്താണ്? നമ്മളുടെ ആ ഒരു കായലും ആ ഒരു ചീന വലകളൊക്കെ ആ എറണാകുളത്തിൻ്റെ പ്രത്യേകതയാണ്. തൃശ്ശൂരാണെങ്കിൽ തന്നെ എന്താണ്? നമ്മുടെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമല്ലേ തൃശ്ശൂർ? നമ്മുടെ വടക്കുംനാഥൻ ടെമ്പിളുണ്ട്. തൃശ്ശൂർ ഒരുപാട് അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. പാലക്കാടാണെങ്കിലും ഉണ്ട്. കടന്ന് എവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇനി ഒരു സ്ഥലം വിട്ടുപോയി, നമ്മളുടെ ഇടുക്കി, നമ്മുടെ കേരളത്തിൻ്റെ 3ാമത്തെ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലല്ലേ? നമ്മുടെ പത്തനംതിട്ട കോട്ടയം ബോർഡർ ആ ഭാഗത്താണ് ഇടുക്കി ജില്ല സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? ഹൈ റേഞ്ച് പ്രദേശമാണ്. ഹൈ റേഞ്ച് ആണ്, ഒരുപാട് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? കോടമഞ്ഞാണ്. മഞ്ഞ്, ഭയങ്കര മഞ്ഞും തണുപ്പും, ഇങ്ങനെ കോടമഞ്ഞ് വന്ന് മൂടി പോകുന്ന ആ ഒരു നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണ് നമ്മളുടെ മൂന്നാർ. മൂന്നാറിലെ 12 വർഷം കൂടുമ്പോൾ പോകുന്ന നീലക്കുറിഞ്ഞിയൊക്കെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് പോകുന്ന സമയത്ത് പത്രത്തിലൊക്കെ വലിയ ന്യൂസ് വരുന്നതാണ് നീലക്കുറിഞ്ഞിയുടെ. അതുപോലെ നമ്മുടെ വരയനാടുകളൊക്കെയുള്ള സ്ഥലമാണ് മൂന്നാർ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മളുടെ ഓരോ ജില്ലയ്ക്കും നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ബാണാസുര സാഗറിലേക്കൊരു യാത്ര. നോക്കിയേ, നമുക്കിപ്പോൾ പഠിക്കാനുള്ള ബാണാസുര സാഗർ എവിടെയാണെന്നറിയാമോ? വയനാട്ടിലാണ് ബാണാസുര സാഗർ. വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നിങ്ങൾ, ഞാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഓരോ ജില്ലയിലും കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത്. അതേസമയം നമ്മളുടെ ബാണാസുരയാണെങ്കിലോ, നമ്മളുടെ ബാണാസുരയുള്ളത് ഏത് ജില്ലയിലാണെന്നാണ് പറഞ്ഞത്? വയനാട് ജില്ലയിൽ. വയനാട് ജില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു എന്താണ് പറയുന്നത്, മൊത്തത്തിലുള്ള ഒരു എന്താണ് പറയുന്നത്, ഭൂപ്രകൃതി കൊണ്ട് ഇതേപോലെ മനോഹരമായിട്ടുള്ള ഒരു ജില്ല നമുക്ക് വേറെയില്ല വയനാടിനെ പോലെ. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ വയനാട്ടിലെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും നമുക്ക് പോയി കാണാൻ പറ്റത്തില്ല. ഒരു 3 ദിവസമോ 4 ദിവസമോ എടുത്തെങ്കിൽ മാത്രമേ വയനാട്ടിലുള്ള എല്ലാ ഭാഗങ്ങളിലും നമുക്ക് സന്ദർശിക്കാനും കഴിയുള്ളൂ. അത്രയ്ക്ക് വിശാലമായിട്ട് എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെ എല്ലാം എന്താണ്? ഭൂപ്രകൃതിയും സൗന്ദര്യവും അങ്ങ് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് വയനാട്. നല്ല തണുപ്പും എന്തെല്ലാം പ്രത്യേകതകളാണ് വയനാട്.
വയനാട്ടിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു അണക്കെട്ടുകൾ ഒന്നാണ് ഏത്? നമ്മുടെ ബാണാസുര സാഗർ അണക്കെട്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാണാസുര സാഗറിനെ പറ്റിയാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കുഞ്ഞുങ്ങളെ. നോക്കിയേ, സവിശേഷമായ പ്രകൃതി ഭംഗി കൊണ്ട് സമ്പന്നമായ പ്രദേശമാണ് വയനാട്. സഞ്ചാരികളുടെ കണ്ണിനും കരളിനും കൗതുകവും കുളിർമയും പകരുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ വയനാട്ടിലുണ്ട്. എടയ്ക്കൽ ഗുഹ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കുറുവാദ്വീപ്, പൂക്കോട്ട് തടാകം, മുത്തങ്ങ വന്യജീവി സങ്കേതം, തുഷാരഗിരി വെള്ളച്ചാട്ടം, തോൽപ്പെട്ടി, ബത്തേരി ജൈനക്ഷേത്രം, കാരാപ്പുഴ ഡാം, പരശുരാജയുടെ ശവകുടീരം തുടങ്ങിയ വൈവിധ്യമാർന്ന കാഴ്ചകൾ വയനാട്ടിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നു. സഞ്ചാരികൾക്ക് ഏറെ ആഹ്ലാദം പകരുന്ന ബാണാസുര സാഗറിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് വയനാട്ടിലെ പ്രത്യേകത? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതകളാണ് പറഞ്ഞത്. എന്താണ്? സവിശേഷമായ ഭൂപ്രകൃതി കൊണ്ട് സമ്പന്നമായ പ്രദേശമാണ് ഇത് വയനാട്. സഞ്ചാരികളുടെ കണ്ണിനും കരളിനും കൗതുകവും കുളിർമയും പകരുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ വയനാട്ടിലുണ്ട്. ഏതൊക്കെയാണ് നോക്കിയേ? ഇടയ്ക്കൽ ഗുഹ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കുറുവാദ്വീപ്, പൂക്കോട്ട് തടാകം, മുത്തങ്ങ വന്യജീവി സങ്കേതം, തുഷാരഗിരി വെള്ളച്ചാട്ടം, തോൽപ്പെട്ടി, ബത്തേരി ജൈനക്ഷേത്രം, കാരാപ്പുഴ ഡാം, പഴശ്ശിരാജയുടെ ശവകുടീരം തുടങ്ങി വൈവിധ്യമാർന്ന കാഴ്ചകൾ വയനാട്ടിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നു. സഞ്ചാരികൾക്ക് ഏറെ ആഹ്ലാദം പകരുന്ന ബാണാസുര സാഗറിലേക്ക് നോക്കി എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് നോക്കിക്കുക. അവിടെ കണ്ണിനും കരളിനും കൗതുകം പകരുന്ന എന്താണ്? എടയ്ക്കൽ ഗുഹ. എടയ്ക്കൽ ഗുഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്നൊരു ഗുഹയാണ്. നമ്മൾ പാറയിടുക്കിലൂടെ കയറി പോയി കഴിഞ്ഞിട്ടാണ് രണ്ട് മലകൾ രണ്ടും തമ്മിൽ ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ അകത്തൂടാണ് കയറി പോകേണ്ടുന്നത്. അവിടെ ചെന്ന് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അല്ല, വർണ്ണനാതീതമായിട്ടുള്ളതാണ് എടയ്ക്കൽ ഗുഹ. പാറയാണ്, നമ്മളുടെ കിടാവിപ്പാറ ഉണ്ടല്ലോ, അതുപോലുള്ള വലിയ പാറയാണ്. നമ്മളത് കയറി മുകളിൽ ചെല്ലുമ്പോഴത്തേനും രണ്ട് പാറകൾ ടച്ച് ചെയ്തിരിക്കുകയാണ്. അവർ അതിൻ്റെ ഇടയിലൂടെയുള്ള സ്ഥലത്തൂടെയൊക്കെ കയറി പോകണം. അതാണ് എടയ്ക്കൽ ഗുഹ. പിന്നെ മീൻമുട്ടി വെള്ളച്ചാട്ടം. മീൻമുട്ടി വെള്ളച്ചാട്ടം എന്താണ്? നല്ല ഹൈറ്റിൽ, നല്ല മലയുടെ മുകളിൽ നിന്നും നല്ല മുകളിൽ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മീൻമുട്ടിയുടെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് ദൂരെ നമുക്ക് കാണാൻ പറ്റുന്നതിനേക്കാൾ ഉയരത്തിൽ നിന്നാണ് ആ വെള്ളം വരുന്നത്. ഏതോ ഒരു മലയിൽ നിന്നാണ് ആ വെള്ളം ഉത്ഭവിച്ച് വന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നത്. ആ കുന്നപ്പുറത്ത് നിന്ന് ഒഴുകി വന്നാണ് ഒരു ആറായിട്ട് പോകുന്നത്. നിറയെ പാറകളും ഒക്കെയുള്ള നല്ല തണുത്ത വെള്ളമുള്ള, നല്ല ശുദ്ധമായിട്ടുള്ള, എന്ന് വെച്ചാൽ അവിടെ നിന്ന് ആരും ചെന്ന് വെള്ളം വേസ്റ്റാക്കത്തും ഒന്നും വേസ്റ്റുകൾ വാരിയെടുത്തൊന്നുമില്ല. നല്ല പ്യുവർ വാട്ടറാണ് ആ മലമുകളിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ആ നദിയിലേക്ക്. ഏതാണെന്നാണ് പറഞ്ഞത്? അത് മീൻമുട്ടി വെള്ളച്ചാട്ടം. അടുത്തത് കുറുവാദ്വീപ്. കുറുവാദ്വീപ് എന്തുകൊണ്ട് നമുക്ക് അത് പറയാൻ വാക്കുകളില്ലാത്ത ഒന്നാണ് കുറുവാദ്വീപ്. നമുക്ക് ബോട്ടിനകത്ത്, നമ്മൾ കരയിൽ ചെല്ലുക, ബോട്ടിനകത്ത് കയറി സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ ദ്വീപിൽ നമ്മൾ എത്തുന്നത്. ദ്വീപ് അറിയാമോ എന്താണെന്ന്? 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തെ നമ്മൾ ദ്വീപ് എന്നാണ് പറയുന്നത്. അതിന് ചുറ്റുമെല്ലാം വെള്ളമാണ്. അപ്പോൾ നടന്ന് നമ്മൾ ആ ബോട്ട് ഇറങ്ങിയതിന് ശേഷം ദ്വീപിലെത്തുകയാണ്. ആ ദ്വീപിൽ നിന്ന് നമുക്ക് മറ്റൊരു ദ്വീപിലേക്ക് വരെ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ചില സമയത്ത് സീസണിൽ വെള്ളം നിറയുമ്പോൾ, ആ ആറ്റിലെല്ലാം വെള്ളം പോകുന്ന സമയത്ത് അവിടേക്കുള്ള യാത്ര, ടൂറിസ്റ്റുകളുടെ യാത്ര നിരോധിക്കാറുണ്ട്. നോക്കിയേ, അടുത്തത് കുറുവാദ്വീപ്. അടുത്ത പൂക്കോട്ട് തടാകം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് പൂക്കോട്ട് തടാകം. തടാകമാണ്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് തടാകം. അടുത്തത് മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതം കാടാണ്, ഫോറസ്റ്റാണ്. അതിനകത്തുകൂടി സ്പെഷ്യലായിട്ടുള്ള വണ്ടികൾ മാത്രം, എന്ന് വെച്ചാൽ പാസ്സുള്ള, ഫ്രണ്ട് ക്ലച്ചുള്ള ആ വണ്ടികൾ മാത്രമേ ആ കാട്ടിനകത്തുകൂടി സഞ്ചരിക്കുകയുള്ളൂ. അപ്പോൾ ആ സഞ്ചരിക്കുന്ന സമയത്ത് എന്താണ്? ഒരുപാട് വന്യജീവികളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപക്ഷെ അതിനകത്ത് പോയില്ലെങ്കിൽ പോലും റോഡിലൊക്കെ ആനയും ഒക്കെ ഇറങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മുത്തങ്ങ വന്യജീവി സങ്കേതം, അതിനകത്ത് നമുക്ക് ഒരുപാട്, ആ അസൽ ഫോറസ്റ്റ് തന്നെയാണ്, കാട് തന്നെയാണ്.
ജീപ്പിലും ട്രക്കിലും ഒക്കെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വന്യമൃഗങ്ങളെ നമുക്ക് അവിടെ വെച്ച് കാണാൻ വേണ്ടി സാധിക്കും. തുഷാരഗിരി വെള്ളച്ചാട്ടം അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഇത് തുഷാരഗിരി വെള്ളച്ചാട്ടം. അത് നല്ല പരിശുദ്ധമായിട്ടുള്ള പ്യുവറായിട്ടുള്ള വെള്ളമാണ്. അടുത്ത നോക്കിക്കേ, തോൽപ്പെട്ടി. തോൽപ്പെട്ടിയും ഫോറസ്റ്റ് ആണ്, വന്യജീവികൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അതിനകത്തൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ബത്തേരി ജൈന ക്ഷേത്രം, ജൈന മതക്കാർ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ തീരെ ഇല്ലാത്ത ഒരു വിഭാഗമാണ് ജൈന മതക്കാർ. അപ്പോൾ അവരുടേതായിട്ടുള്ള സുൽത്താൻ ബത്തേരിയിൽ അവരുടേതായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്, അതാണ് ബത്തേരി ജൈന ക്ഷേത്രം. പിന്നെന്താണ്, കാരാപ്പുഴ ഡാം. നമ്മൾ ഈ ബാണാസുര ഡാം കൂടാതെ മറ്റൊരു ഡാമാണ് ഇത് കാരാപ്പുഴ ഡാം. പഴശ്ശിരാജയുടെ ശവകുടീരം, നമ്മുടെ പഴശ്ശിരാജയുടെ ശവകുടീരം എവിടാണ്? നമ്മുടെ വയനാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം. തുടങ്ങിയ വൈവിധ്യമാർന്ന കാഴ്ചകൾ വയനാട്ടിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നു. സഞ്ചാരികൾക്ക് ഏറെ ആഹ്ലാദം പകരുന്ന ബാണാസുര സാഗറിലേക്ക്. അപ്പോൾ സഞ്ചാരികൾക്ക് വളരെയധികം ആകർഷിക്കുന്ന, കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും നൽകുന്ന ആ ബാണാസുര യാത്രയാണ് നമ്മൾക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കൂടി വയനാട്ടിലേക്ക് പോകാം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. നമ്മുടെ വയലാർ രാമവർമ്മ എഴുതിയ ഒരു 4 വരിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യം തുളുമ്പുന്ന 4 വരികൾ. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. എന്താണ് ആ പുഴകളും മലകളും ആ ഒരു പൂവനങ്ങളും? എന്താണ്? നമ്മുടെ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനമാണ്. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് സ്ത്രീധനം കൊടുത്തു വിടുന്ന ഒരു ശീലമുണ്ടല്ലോ, അല്ലേ? അങ്ങനെ ഭൂമി കല്യാണം കഴിച്ചപ്പോൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങളാണ് ഏതൊക്കെയാണ്? ആ പുഴകളും മലകളും ഈ കാണുന്ന പൂവനങ്ങളുമെല്ലാം. പിന്നെന്താണ്? സന്ധ്യകൾ, മന്ദാര ചാമരം വീശുന്ന. അപ്പോൾ സന്ധ്യാസമയമാണെങ്കിലോ ആ നല്ല ഒരു കുളിർക്കാറ്റ്, മന്ദമാരുതൻ. ആ മന്ദമാരുതൻ എന്താണ്? ചാമരം വീശുന്നു. വെൺചാമരം വീശുന്ന അറിയാമോ? നമ്മൾ ഉത്സവത്തിനൊക്കെ ആനയുടെ പുറത്തിരിക്കുന്ന എന്താണ് വെൺചാമരം വീശുകൊണ്ടിരിക്കുന്ന വെള്ള നിറത്തിലുള്ള വലിയ മനുഷ്യന്മാർ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വെൺചാമരം വീശുന്നത് കണ്ടോ? അപ്പോൾ ആ വെൺചാമരം വീശുന്നതാണ് സന്ധ്യകൾ, മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. എന്താണ് ആ വെൺചാമരം എവിടാണെന്ന് വെച്ചാൽ ചന്ദന ശീതളമായിട്ടുള്ള മണപ്പുറത്താണ് ആ വെൺചാമരം വീശുന്നത്. ആരാണ്? സന്ധ്യകൾ, മന്ദാര ചാമരമാണ് വീശുന്നത്, അല്ലെ? അത്രയും മനോഹരമായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ്. അതെന്താണ്? നമ്മുടെ ഭൂമിക്ക് കിട്ടിയിരിക്കുന്ന സ്ത്രീധനമാണ് ഈ ഒരു സൗന്ദര്യം. ഓക്കെ മക്കളെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വൈത്തിരിപ്പുഴയുടെ നീരൊഴുക്ക് കൊഴുതനയുടെ അരികിലെത്തുമ്പോൾ കൊഴുതനപ്പുഴയായി മാറുന്നു. ആ പുഴയോരങ്ങളും സമീപ പ്രദേശങ്ങളും അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ ധാരാളം തൊഴിലാളികൾ ഒത്തുചേരുന്ന കൊഴുതന ടൗണും കുറിച്യർ മലയുമെല്ലാം പ്രകൃതി ഭംഗി കൊണ്ട് മനം കവരുന്നവയാണ്. ചെറുതരം ഇടത്തരം കാപ്പിത്തോട്ടങ്ങളും ഇവിടെ കാണാം. അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയേ? വൈത്തിരിപ്പുഴ, അവിടെ കൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? വൈത്തിരിപ്പുഴ. ആ വൈത്തിരിപ്പുഴയുടെ നീരൊഴുക്ക് കൊഴുതനയുടെ അതിരുകളിൽ എത്തുമ്പോൾ കൊഴുതനപ്പുഴയായി മാറുന്നു. അപ്പോഴെന്താണ്? ആ വൈത്തിരിപ്പുഴയുടെ നീരൊഴുക്ക് എവിടെ എത്തുമ്പോൾ? കൊഴുതനയുടെ അരികുകളിൽ എത്തുമ്പോൾ എന്താവുന്നു? കൊഴുതനപ്പുഴയായി മാറുന്നു. ആ പുഴയോരങ്ങളും സമീപ പ്രദേശങ്ങളും അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. എന്താണ്? ആ പുഴയോരങ്ങളും ആ ഒരു സമീപ പ്രദേശങ്ങളും എന്താണ്? അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്.
തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ ധാരാളം തൊഴിലാളികൾ ഒത്തുചേർന്ന ഒഴുതല ടൗണും കുറിച്യർ മലയുമെല്ലാം പ്രകൃതി ഭംഗി കൊണ്ട് മനം കവരുന്നവയാണ്. എന്തൊക്കെയാണ്? ആ തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ എന്താണ്? ധാരാളം തൊഴിലാളികൾ ഒത്തുചേരുന്ന ഒഴുതല ടൗണും പിന്നെന്താണ്? കുറിച്യർ മലയുമെല്ലാം പ്രകൃതി ഭംഗി കൊണ്ട് മനം കവരുന്നവയാണ്. ചെറുതരം ഇടത്തരം കാപ്പിത്തോട്ടങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോഴെന്താണ് ഇവിടുത്തെ മനോഹരമായ ഈ മഞ്ഞത്ത് തണുപ്പത്തുള്ള പ്രത്യേകത എന്താണ്? തേയിലത്തോട്ടങ്ങൾ. നമ്മളുടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുമോ? ഇല്ല. ഇവിടെ വളരെ അപൂർവമായി മാത്രം ഇവിടെ അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ? അമ്പനാട് എസ്റ്റേറ്റ്. അമ്പനാട് എസ്റ്റേറ്റിൽ എന്താണ്? നിറയെ ഓറഞ്ച് മരങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരുപാട് തേയിലത്തോട്ടങ്ങളാണ് ഉള്ളത്. നിറയെ തേയിലത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ അത് കൂടാതെ എന്താണ്? ഇടത്തരവും ചെറിയ തരവുമായിട്ടുള്ള കാപ്പിത്തോട്ടങ്ങളും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഒഴുതനയും തുടർന്നുള്ള തരിയോട് പടിഞ്ഞാറത്തറ പ്രദേശങ്ങളും ചേർന്നുള്ള വയനാടിന്റെ പടിഞ്ഞാറ് ഭാഗം പല ശൃംഗങ്ങളായി ബാണാസുര മലകൾ ഗൗരവത്തോടെ അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. എന്താണ്? പൊഴുതനയിലും തുടർന്നുള്ള തരിയോട് പടിഞ്ഞാറേത്തറ പ്രദേശങ്ങളും ചേർന്നുള്ള വയനാടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പല ശൃംഗങ്ങളിലായി ബാണാസുര മലകൾ ഗൗരവത്തോടെ അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 6732 അടി ഉയരത്തിൽ നിൽക്കുന്ന ബാണാസുരമല കയറുന്നത് വയനാട്ടിലെത്തുന്ന സാഹസികരായ വിനോദസഞ്ചാരികൾക്ക് ഏറെ ആവേശകരമാണ്. ചെങ്കുത്തായ മലനിരകൾ കയറി മുകളിലെത്തുമ്പോൾ വയനാടിൻ്റെയും കോഴിക്കോട് ജില്ലയുടെയും തനി പച്ചപ്പാർന്ന സമതലങ്ങൾ ചക്രവാള സീമയിലേക്ക് അതിരിട്ട് കിടക്കുന്നത് കാണാം. ഇവിടുത്തെ കൗതുകകരമായ ദൃശ്യഭംഗിയിൽ മനമയങ്ങി നിൽക്കുമ്പോൾ വീശിയടിക്കുന്ന ശക്തിയുള്ള കാറ്റ് കോരിത്തരിപ്പ് ഉളവാക്കും. നോക്കിയേ, പൊഴുതനയും തുടർന്നുള്ള തരിയോട് പടിഞ്ഞാറേത്തറ പ്രദേശങ്ങളും ചേർന്നുള്ള വയനാടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പല ശൃംഗങ്ങളിലായി ബാണാസുര മലകൾ ഗൗരവത്തോടെ അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 6732 അടി ഉയരത്തിൽ നിൽക്കുന്ന ബാണാസുര മല കയറുന്നത് വയനാട്ടിലെത്തുന്ന സാഹസികരായ വിനോദസഞ്ചാരികൾക്ക് ഏറെ ആവേശകരമാണ്. എന്താണ്? നോക്കിക്കേ, ആ പൊഴുതനയും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് തരിയോടും പിന്നെന്താണ്? പടിഞ്ഞാറേത്തറ പ്രദേശങ്ങളും ചേർന്നുള്ള വയനാടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പല ശൃംഗങ്ങളിലായി ബാണാസുര മലകൾ ഗൗരവത്തോടെ അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാം ബാണാസുര മലകൾ എന്താണ്? ഗൗരവത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 6732 അടി ഉയരത്തിൽ നിൽക്കുന്ന ബാണാസുര മല കയറുന്നത് വയനാട്ടിലെത്തുന്ന സാഹസികരായ വിനോദസഞ്ചാരികൾക്ക് ഏറെ ആവേശകരമാണ്. എന്താണ്? ആ സമുദ്രനിരപ്പിൽ നിന്ന് എന്താണ്? 6732 അടി ഉയരത്തിൽ നിൽക്കുന്ന ആ ബാണാസുര മല കയറുന്നത് എന്താണ്? ആ വയനാട്ടിലെത്തുന്ന സാഹസികരായ വിനോദസഞ്ചാരികൾക്ക് ഏറെ ആവേശകരമാണ്. ചെങ്കുത്തായ മലനിരകൾ കയറി മുകളിലെത്തുമ്പോൾ വയനാടിൻ്റെയും കോഴിക്കോട് ജില്ലയുടെയും തനി പച്ചപ്പാർന്ന സമതലങ്ങൾ ചക്രവാള സീമകളിലേക്ക് അതിരിട്ട് കിടക്കുന്നത് കാണാം. ഇവിടുത്തെ കൗതുകകരമായ ദൃശ്യഭംഗിയിൽ മയമയങ്ങി നിൽക്കുമ്പോൾ വീശിയടിക്കുന്ന ശക്തിയുള്ള കാറ്റ് കോരിത്തരിപ്പുളവാകും. എന്നിട്ട് എന്താണ്? ആ ചെങ്കുത്തായിട്ടുള്ള മലകളെല്ലാം കയറി എന്താണ്? നിരകൾ കയറി മുകളിലെത്തുമ്പോൾ എന്താണ്? വയനാടിൻ്റെയും കോഴിക്കോട് ജില്ലയിലെയും തനി പച്ചപ്പാർന്ന സമതലങ്ങൾ ചക്രവാള സീമകളിലേക്ക് അതിരിട്ട് കിടക്കുന്നത് കാണാം. നമ്മുടെ കോഴിക്കോട് നിങ്ങൾക്കറിയാമോ? കോഴിക്കോട് നിന്നൊരു ചുരം കയറിയാണ് വയനാട് എത്തുന്നത്. കോഴിക്കോട് നിന്ന് ഒരുപാട് ഉയരത്തിലാണ്. ഏത് ചുരമാണെന്നറിയാമോ? താമരശ്ശേരി ചുരം. ആ താമരശ്ശേരി ചുരം കയറിയാണ് എവിടെ എത്തുന്നത്? വയനാട്ടിൽ എത്തുന്നത്. താമരശ്ശേരി ചുരം കയറിയാണ് വയനാട്ടിൽ എത്തുന്നത്. അപ്പോഴെന്താണ്? ആ വയനാട്ടിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ്? കോഴിക്കോടും വയനാടും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളല്ലേ? അപ്പോഴാ വയനാട്ടിൽ കോഴിക്കോട് ജില്ലയിലെ തനി പച്ചപ്പാർന്ന സമതലങ്ങൾ ചക്രവാള സീമകളിലേക്ക് അതിരിട്ട്
കിടക്കുന്നത് കാണാം. ഇവിടുത്തെ കൗതുകകരമായ ദൃശ്യഭംഗിയിൽ മനമയങ്ങി നിൽക്കുമ്പോൾ വീശിയടിക്കുന്ന ശക്തിയുള്ള കാറ്റ് കോരിത്തരിപ്പ് ഉളവാക്കും. എന്താണ് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടുന്ന് കൗതുകകരമായ ദൃശ്യഭംഗി അവിടെ കാണാൻ എന്താണ് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ആ ഒരു ദൃശ്യഭംഗിയിൽ നമ്മൾ ആ മനം മയങ്ങി നിൽക്കുന്ന സമയത്ത് എന്താണ് ആ സമയത്ത് വീശിയടിക്കുന്ന ശക്തിയുള്ള കാറ്റ് കോരിത്തരിപ്പ് ഉളവാക്കും. ബാണാസുര മലകളുടെ താഴ്വരയിൽ വ്യാപിച്ചു കിടക്കുന്ന നീല ജലാശയമാണ് ബാണാസുര സാഗർ അണക്കെട്ട്. എന്താണ് ഈ ബാണാസുര മലയുടെ താഴ്വരയിൽ, അതിന്റെ താഴ്വരയിൽ എന്താണ് വ്യാപിച്ചു കിടക്കുന്ന നീല ജലാശയമാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ആ ബാണാസുര മലയുടെ താഴെ ആ താഴ്വാരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന നീല ജലാശയമാണ് ബാണാസുര സാഗർ അണക്കെട്ട്. സിൽവേ ഒഴികെ ബാക്കി മുഴുവൻ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ ജലാശയം നയന മനോഹരമാണ്. എന്താണ്? സിപ്പിൽവേ ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ്? എന്തുകൊണ്ട്? മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ആ മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ബാക്കി ഉള്ള ആ ജലാശയം മുഴുവൻ. വളരെ കാഴ്ചയിൽ വളരെ ഭംഗിയുള്ളതാണ്, വളരെ നയന മനോഹരമായിട്ടുള്ളതാണ്. 25ഓളം ചെറുദ്വീപുകൾക്കിടയിലൂടെയുള്ള ബോട്ട് സഞ്ചാരം സുഖകരവും ആസ്വാദ്യവുമാണ്. എന്താണ്? 25ഓളം ചെറുദ്വീപുകൾക്കിടയിലൂടെയുള്ള ബോട്ട് സഞ്ചാരം വളരെ സുഖകരവും ആസ്വാദ്യവുമാണ്. 4 ദിക്കുകളിലും കോട്ട പോലെ ചക്രവാളം മുട്ടി നിൽക്കുന്ന മലനിരകളുടെ ആകൃതി ദൃശ്യചാരുത പകരുന്നു. കുറ്റ്യാടി ഓഗ്മെന്റേഷൻ സ്കീം എന്ന നിലയിൽ വൈദ്യുതി ഉൽപാദനത്തിനും ഒപ്പം കൃഷിക്കും ഈ അണക്കെട്ടിലെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണ്? 25ഓളം ചെറുദ്വീപുകൾക്കിടയിലൂടെയുള്ള ബോട്ട് സഞ്ചാരം സുഖകരവും ആസ്വാദ്യവുമാണ്. എന്താണ്? ഈ ബാണാസുര സാഗറിൽ എന്താണ്? 25ഓളം ദ്വീപുകളുണ്ട്. നമ്മളുടെ ഈ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതുപോലെ 25ഓളമുള്ള ദ്വീപുകളുണ്ട്, ചെറുദ്വീപുകളാണ്. അതിൻ്റെ ഇടയിലൂടെയുള്ള ബോട്ട് സഞ്ചാരം എന്താണ്? സുഖകരവും ആസ്വാദ്യവുമാണ്. ഇത് വളരെയധികം സുഖകരമാണ്, വളരെ ആസ്വാദ്യകരവുമാണ്. 4 ദിക്കുകളിലും കോട്ട പോലെ ചക്രവാളം മുട്ടി നിൽക്കുന്ന മലനിരകളുടെ ആകൃതി ദൃശ്യചാരുത പകരുന്നു. എന്താണ്? 4 ദിക്കുകളിലും എന്താണ്? കോട്ട പോലെയാണ് ആ ചക്രവാളം മുട്ടി നിൽക്കുന്ന മലനിരകളുടെ ആകൃതി. നമുക്ക് അവിടെ ചിന്തിക്കുമ്പോൾ എന്താണ്? 4 ചുറ്റും കോട്ട പോലെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ 4 വശവും കോട്ട പോലെ ചക്രവാളം മുട്ടി നിൽക്കുന്ന മലനിരകളുടെ ആകൃതി ദൃശ്യചാരുത പകരുന്നു. കുറ്റ്യാടി ഓർഗുമെന്റേഷൻ സ്കീം എന്ന നിലയിൽ വൈദ്യുതി ഉൽപാദനത്തിനും ഒപ്പം കൃഷിക്കും ഈ അണക്കെട്ടിലെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണ്? ആ ഒരു കുറ്റ്യാടി ഓർഗുമെന്റേഷൻ സ്കീം എന്ന നിലയിൽ എന്താണ്? വൈദ്യുതി ഉൽപാദനത്തിനും ഒപ്പം കൃഷിക്കും ഈ അണക്കെട്ടിലെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബാണാസുര സാഗർ അണക്കെട്ടിൽ നിന്നും വിളിപ്പാട് അകലെയുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടവും ഏവരെയും ആകർഷിക്കുന്നതാണ്. എന്താണ്? ബാണാസുര സാഗർ അണക്കെട്ടിൽ നിന്നും വിളിപ്പാട് അകലെയുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്താണ്. വിളിപ്പാട് അകലെ നമ്മളൊന്ന് ഉറപ്പ വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലമുണ്ട്. അതാണ് വിളിപ്പാട് അകലെ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു വിളിപ്പാട് അകലെയുള്ള അകലെയുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടവും ഏവരെയും ആകർഷിക്കുന്നതാണ്. മഴയുടെ മർമ്മരങ്ങൾ തേടി ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. എന്താണ്? മഴയുടെ മർമ്മരങ്ങൾ തേടി ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. കൂറ്റൻ പാറക്കെട്ടുകൾ ചാടി 100 അടിയോളം താഴേക്ക് പതഞ്ഞ് ഒഴുകിപ്പോകുന്ന കാട്ടരുവിയുടെ ഇരമ്പം ഈ മലപ്രദേശത്ത് ആർത്തലയ്ക്കുകയാണ്. തിമിർത്തു പെയ്യുന്ന മഴയിൽ കുന്നുകളുടെയും ബാണാസുര സാഗറിന്റെയും വിദൂര കാഴ്ചകൾ നമ്മുടെ മനം കവരുക തന്നെ ചെയ്യും. അപ്പൊ നോക്കിക്കേ, ആ ബാണാസുര സാഗർ അണക്കെട്ടിൽ നിന്ന് എന്താണ്? ഒരു വിളിപ്പാട് അകലെയാണ് എന്ത്? മീൻമുട്ടി വെള്ളച്ചാട്ടം. വിളിപ്പാട് അകലെ മാത്രമാണ് എന്ത്? മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ സ്ഥലം. ആ വെള്ളച്ചാട്ടം അതെന്താണ്? ഏവരെയും ആകർഷിക്കുന്നതാണ്. മഴയുടെ മർമ്മരങ്ങൾ തേടി ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ആ മഴയുടെ ഒരു മർമ്മരം തേടിയിട്ട് എന്താണ്? ധാരാളം വിനോദസഞ്ചാരികൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എത്താറുണ്ട്, ഇവിടെ വരാറുണ്ട്. കൂറ്റൻ പാറക്കെട്ടുകൾ ചാടി 100 അടിയോളം
ഈ മലപ്രദേശത്തെ ആർത്തലയ്ക്കുകയാണ്. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഹൈറ്റിൽ നിന്ന്, ഒരുപാട് ഉയരത്തിൽ നിന്നാണ് ആ വെള്ളം വരുന്നത്. അപ്പോഴെന്താണ് ആ കൂറ്റൻ പാറക്കെട്ടുകൾ ചാടി 100 അടിയോളം താഴെ, 100 അടിയോളം ഹൈറ്റിൽ നിന്നാണ് ആ വെള്ളം വരുന്നത്. ആ താഴേക്ക് പതിച്ച് പിന്നെ എന്ത് ചെയ്യുന്നു, അവിടുന്ന് പതഞ്ഞ് ഒഴുകിപ്പോകുന്ന കാട്ടരുവിയുടെ ഇരമ്പം ഈ മലപ്രദേശത്ത് ആർത്തലയ്ക്കുകയാണ്. തിമിർത്ത് പെയ്യുന്ന മഴയിൽ കുന്നുകളുടെയും ബാണാസുര സാഗറിന്റെയും വിദൂര കാഴ്ചകൾ നമ്മുടെ മനം കവരുക തന്നെ ചെയ്യും. എന്താണ് തിമിർത്ത് പെയ്യുന്ന മഴയിൽ എന്താണ് കുന്നുകളുടെയും ബാണാസുര സാഗറിന്റെയും വിദൂര കാഴ്ചകൾ നമ്മുടെ മനം കവരുക തന്നെ ചെയ്യും. നീലഗിരി മേഖലയിൽ മാത്രം കാണുന്ന അനേകം സസ്യജാലങ്ങളുടെ പറുദീസയാണ് ബാണാസുര കോട്ട. എന്താണ് നീലഗിരി മേഖലയിൽ മാത്രം കാണുന്ന അനേകം സസ്യജാലങ്ങളുടെ പറുദീസയാണ് ബാണാസുര കോട്ട. വെള്ളം കുറഞ്ഞ് സമൃദ്ധമായി വളരുന്ന അടിക്കാടുകളും ചോലവനങ്ങളും ഇവിടെയുണ്ട്. എന്താണ് അവിടെ വേറെ എന്തൊക്കെയുണ്ട്? വെള്ളക്കുറിഞ്ഞി, ഞാൻ പറഞ്ഞില്ലേ നീലക്കുറിഞ്ഞി എവിടെയാണുള്ളത്? മൂന്നാറിലാണ് നീലക്കുറിഞ്ഞി ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് കൂടുതലും വെള്ളക്കുറിഞ്ഞിയാണുള്ളത്. ആ വെള്ളക്കുറിഞ്ഞി സമൃദ്ധമായി വളരുന്ന എന്താണ് അടിക്കാടുകളും, താഴെയുള്ള കാടുകൾ, വെള്ളക്കുറിഞ്ഞി നിറയെ പിടിച്ചു നിൽക്കുന്ന ആ അടിക്കാടുകളും ചോലവനങ്ങളും ഇവിടെയുണ്ട്. നല്ല ചോലകളുള്ള വനങ്ങളും ഇവിടെയുണ്ട്. ചോലവനങ്ങളും ഇവിടെ ഉണ്ട്. ബാണാസുര സാഗർ അണക്കെട്ട് നിർമ്മിക്കാനായി ഭൂമി സർക്കാർ ഏറ്റെടുത്തപ്പോൾ തരിയോട് ടൗൺ മുതൽ തന്നെ ഇല്ലാതായി. എന്താണ് ടൗൺ തന്നെ ഈ ബാണാസുര സാഗർ അണക്കെട്ട് നിർമ്മിക്കാനായിട്ട് സർക്കാർ എന്ത് ചെയ്തു? ഭൂമി ഏറ്റെടുത്തപ്പോൾ തന്നെ എന്താണ് ആ തരിയോട് ടൗൺ തന്നെ ഇല്ലാതെയായി. വയനാടിന്റെ പടിഞ്ഞാറ് ഭാഗമായ ബാണാസുര മേഖലയിൽ പ്രകൃതിദത്തമായ വനഭൂമിയും വനസമ്പത്തുകളും ഏറെയുണ്ട്. എന്നിട്ട് എന്താണ് നമ്മുടെ വയനാടിന്റെ പടിഞ്ഞാറ് ഭാഗമായിട്ടുള്ള ബാണാസുരയിൽ എന്തുണ്ട്? ബാണാസുരയിൽ പ്രകൃതിദത്തമായ വനഭൂമികളും വനസമ്പത്തുകളും ഏറെയുണ്ട്. നോക്കിയേ, ആ നീലഗിരി മേഖലയിൽ മാത്രം കാണുന്ന എന്താണ് സസ്യജാലങ്ങളുടെ പറുദീസയാണ് ബാണാസുര കോട്ട. വെള്ളം കുറഞ്ഞ് സമൃദ്ധമായി വളരുന്ന ആ അടിക്കാടുകളും ചോലവനങ്ങളും ഇവിടെയുണ്ട്. ബാണാസുര സാഗർ അണക്കെട്ട് നിർമ്മിക്കാനായി ഭൂമി സർക്കാർ ഏറ്റെടുത്തപ്പോൾ തരിയോട് ടൗൺ തന്നെ ഇല്ലാതെയായി. വയനാടിന്റെ പടിഞ്ഞാറ് ഭാഗമായ ബാണാസുര മേഖലയിൽ പ്രകൃതിദത്തമായ വനഭൂമികളും വനസമ്പത്തും ഏറെയുണ്ട്. പ്രകൃതി വയനാടിന് കനിഞ്ഞു നൽകിയ വരദാനമാണ് ശുദ്ധജല സമ്പുഷ്ടമായ കർലാട്ട് തടാകം. പ്രകൃതിദത്തമായ ഈ ജലാശയത്തിന് കുറുകെ ത്രസിപ്പിക്കുന്ന വേഗത്തിൽ കയറിൽ തൂങ്ങി മറുകര എത്തുന്ന സ്പിലൈൻ യാത്രയും കയാക്കിംഗ്, ബോട്ടിംഗ് സൗകര്യവും സാഹസിക വിനോദയാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നു. സാധാരണക്കാരും ഇടത്തരക്കാരുമായ ജനവിഭാഗങ്ങൾ ഇവിടെ ഒരുമയോടെ ജീവിക്കുന്നു. തിരിയോട്, ഒഴുതന, പടിഞ്ഞാറത്തറ പ്രദേശങ്ങൾക്ക് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ കഥകളും പറയാനുണ്ട്. എന്താണ് ആ പ്രകൃതി? എന്താണ് വയനാട്ടിന് കനിഞ്ഞു നൽകിയ ഒരു വരദാനമാണ് എന്ത്? ശുദ്ധജല സമ്പുഷ്ടമായ കർലാട്ട് തടാകം. എന്താണ് പ്രകൃതി വയനാടിന് കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒരു വരദാനമാണ് എന്ത്? ശുദ്ധജല സമ്പുഷ്ടമായിട്ടുള്ള കർലാട്ട് തടാകം. പ്രകൃതിദത്തമായ ഈ ജലാശയത്തിന് കുറുകെ ത്രസിപ്പിക്കുന്ന വേഗത്തിൽ കയറിൽ തൂങ്ങി മറുകരയെത്തുന്ന സ്പിൽലൈൻ യാത്രക്കാരും കയാക്കിംഗ്, ബോട്ടിംഗ് സൗകര്യവും സാഹസിക വിനോദയാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നു. എന്താണ് ആ ഒരു ജലാശയം എങ്ങനെയുള്ളതാണ്? പ്രകൃതിദത്തമായിട്ടുള്ള ജലാശയമാണ്. അപ്പൊ അതിന് കുറുകെ എന്താണ്? ത്രസിപ്പിക്കുന്ന വേഗത്തിൽ കയറിൽ തൂങ്ങി മറുകര എത്തുന്ന സ്പിലൈൻ യാത്രകൾ. അറിയുമ്പോൾ കയറിൽ തൂങ്ങി മറുകര പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ TV-യിലും ഒക്കെ കാണാവുന്നതാണ്. ആ സ്പിലൈൻ യാത്രയും കായാക്കിംഗ്, ബോട്ടിംഗ് സൗകര്യവും എന്താണ്? അവിടെ കൂടിയുള്ള ആ ബോട്ട് യാത്ര, ആ ബോട്ടിംഗ് സൗകര്യവും എന്താണ്? സാഹസിക വിനോദയാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നു.
വളരെ സാഹസികമായിട്ടുള്ള വിനോദയാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ വീഗാലാൻഡിലൊക്കെ ചെല്ലുമ്പോൾ ചില റൈഡുകൾ കണ്ടിട്ടില്ലെന്നാണ് കറങ്ങി തിരിഞ്ഞ് നമ്മളെന്താണ് എടുത്ത് കുത്തി മറിച്ച് തലകുത്തനെ മറിച്ച് ഛർദ്ദിച്ചൊരു പരുവത്തിലെത്തുന്ന സാഹസികമായിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ അത് ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണ് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള സ്ഥലമായി മാറുന്നു ഇവിടം. സാധാരണക്കാരനും ഇടത്തരക്കാരുമായ ജനവിഭാഗങ്ങൾ ഇവിടെ ഒരുമയോടെ ജീവിക്കുന്നു. എന്താണ് ആ സാധാരണക്കാരും ഇടത്തരക്കാരുമായിട്ടുള്ള ജനവിഭാഗങ്ങൾ എന്താണ് ഇവിടെ ഒരുമയോടെ ജീവിക്കുന്നു. അപ്പോഴെന്താണ് എല്ലാ ലെവലിലുമുള്ള ആളുകൾ, ലെവൽ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഉന്നതിയെന്നും താഴ്ചയെന്നുള്ളതാണ്. ആ എല്ലാ ലെവലിലുമുള്ള ആളുകൾ എന്താണ് ഇവിടെ ഒരുമയോടെ നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. തരിയോട്, പൊഴുതന, പടിഞ്ഞാറേത്തറ പ്രദേശങ്ങൾക്ക് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ കഥകളും പറയാനുണ്ട്. അപ്പോൾ അവിടുത്തെ ഏതൊക്കെ സ്ഥലമാണ്? തരിയോട്, പൊഴുതന, പടിഞ്ഞാറേത്തറ എന്നീ പ്രദേശങ്ങളിൽ എന്താണ് അവിടെയുള്ള ആളുകൾ കൂടുതലും ആരാണ്? കുടിയേറ്റക്കാരാണ്, കുടിയേറ്റ വിഭാഗങ്ങളാണ്. കുടിയേറ്റക്കാരെന്ന് വെച്ചാൽ എന്താണോ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ചെന്ന് താമസമാക്കിയ ആളുകൾ. ഒരുപക്ഷെ അവർ ആ സ്ഥലം വെട്ടിപ്പിടിച്ചതാകാം, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയതാകാം, വില കൊടുത്ത് വാങ്ങിയതാകാം. അപ്പോൾ അവരുടെ സ്വന്തം പുരയിടം അല്ലായിരുന്നു കേട്ടോ. അവരവിടെ കുടിയേറി പാർക്കുന്ന ആൾക്കാരായിരുന്നു. അവർ കുടിയേറ്റക്കാരുടെ കഥകളും പറയാനുണ്ട്. 2018 ഓഗസ്റ്റിൽ കേരളത്തിൽ പേമാരി മൂലം ഉണ്ടായ വെള്ളപ്പൊക്കം വയനാട്ടിലും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ബാണാസുര സാഗർ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞത് മൂലം പലതവണ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം തുറന്നു വിടേണ്ടി വന്നു. എന്താണ് ആ 2018 ഓഗസ്റ്റിൽ എന്താണ് ആ കേരളത്തിൽ പേമാരി മൂലം, ഇവിടെ എല്ലാം ഭയങ്കര വെള്ളമില്ലായിരുന്നു 2018 ഓഗസ്റ്റില്. ആ പേമാരി മൂലം ഉണ്ടായ വെള്ളപ്പൊക്കം വയനാട്ടിലും കനത്ത നാശനഷ്ടം ഉണ്ടാക്കി. അപ്പോൾ വയനാട്ടിലും ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കി. ബാണാസുര സാഗർ അണക്കെട്ട് നിറഞ്ഞ് കവിഞ്ഞത് മൂലം പലതവണ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം തുറന്നു വിടേണ്ടി വന്നു. അപ്പോൾ ഡാം നിറഞ്ഞ് കവിയുകയാണ്. അപ്പോഴെന്താണ് സ്വാഭാവികമായിട്ടും അതിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം തുറന്നു വിടേണ്ടി വന്നു. പുതിയൊരു പുഴ പോലെ ബാണാസുര സാഗറിലെ വെള്ളം ഇരമ്പി ഒഴുകി. ഇപ്പോൾ പുതിയൊരു പുഴ പോലെ എന്താണ് അത്രയ്ക്ക് വെള്ളമായിരുന്നു. പുതിയൊരു പുഴ പോലെ ബാണാസുര സാഗറിലെ വെള്ളം ഇരമ്പി ഒഴുകി. വയനാട്ടിലെ പടിഞ്ഞാറേത്തറ, പനമരം, വെള്ളമുണ്ട്, കോട്ടത്തറ തുടങ്ങി ഒട്ടേറെ ജനവാസ കേന്ദ്രങ്ങൾ വെള്ളത്തിനടിയിലായി. അപ്പോൾ അതെന്താണ് അത് ബാണാസുര തുറന്നു വിട്ടപ്പോഴേക്കും എന്ത് ചെയ്തു? ആ വയനാട്ടിലെ പടിഞ്ഞാറത്തറ, പനമരം, വെള്ളമുണ്ട, കോട്ടാത്തറ തുടങ്ങിയ ഒട്ടേറെ ജനവാസ കേന്ദ്രങ്ങൾ വെള്ളത്തിനടിയിലായി. വീടും സ്വത്തുക്കളും ഉപേക്ഷിച്ച് ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. അപ്പോഴെന്താണ് അങ്ങനെ വെള്ളം നിറഞ്ഞപ്പോഴെന്താണ് ആളുകളെല്ലാം എന്ത് ചെയ്തു? വീടും ആ സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. പ്രളയബാധിത മേഖലകളിലെ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി. ആ പ്രളയബാധിത മേഖലകളിലെ ആളുകൾ എന്ത് ചെയ്തു? ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി. കനത്ത മഴയും വെള്ളപ്പൊക്കത്തിലും ഒട്ടേറെ വീടുകൾ പൂർണ്ണമായും അതിലേറെ വീടുകൾ ഭാഗികമായും തകർന്നു. എന്താണ് കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും എന്തെല്ലാം സംഭവിച്ചു? ഒട്ടേറെ വീടുകൾ പൂർണ്ണമായും അതിലേറെ വീടുകൾ ഭാഗികമായും തകർന്നു. പലർക്കും തിരിച്ചു പോകാൻ ഇടമില്ലാതെയായി. തിരിച്ചു പോകാൻ വേണ്ടി തിരിച്ചു ചെല്ലുമ്പോഴെന്താണ് അവരുടെ വീട് അവിടെ ഇല്ലാതെയായി. അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി വീടുകൾ ഇല്ലാതെയായി. നൂറുകണക്കിന് ഹെക്ടർ സ്ഥലത്തെ കൃഷികളാണ് വെള്ളപ്പൊക്കം മൂലം നശിച്ചത്. അപ്പോൾ നൂറുകണക്കിന് സ്ഥലത്തെ കൃഷികളാണ് എന്ത് ചെയ്ത് വെള്ളപ്പൊക്കം മൂലം നശിച്ചത്. പ്രധാന റോഡുകൾ പോലും വെള്ളത്തിനടിയിലായി. പ്രധാനപ്പെട്ട റോഡുകൾ പോലും വെള്ളത്തിന് അടിയിലായി. പലയിടങ്ങളിലും റോഡുകൾ തകർന്നു. പല പ്രദേശങ്ങളിലും ആ ഒരു വെള്ളപ്പൊക്കം നമുക്കിവിടെ എല്ലാം സംഭവിച്ച കാര്യമാണ്. പലയിടങ്ങളിലും റോഡുകൾ തകർന്നു. ഗതാഗതം സ്തംഭിച്ചു. വാഹനങ്ങൾ പോകാത്ത അവസ്ഥയിലായി. ഗതാഗതം സ്തംഭിച്ചു. ബാണാസുര
തുറക്കേണ്ടി വന്നത് മൂലം ഉണ്ടായ വെള്ളപ്പൊക്കം വലിയ ദുരന്തമാണ് വയനാടിന് നൽകിയത്. ദുരിതമാണ് നൽകിയത്. എന്താണ്? ആ ഒരു ബാണാസുര സാഗർ അണക്കെട്ട് തുറക്കേണ്ടി വന്നത് മൂലം ഉണ്ടായ വെള്ളപ്പൊക്കം. നമുക്കിവിടെ എല്ലാം അങ്ങനെയല്ലേ വന്നു പോയത്. ഈ അണക്കെട്ടുകളെല്ലാം നിറഞ്ഞ് കവിയുന്ന സമയമായപ്പോഴത്തേന് തുറന്നു വിട്ടു. അപ്പോഴെന്താണ്? ഒരുപാട് വെള്ളം എല്ലാം കൂടെ ഒഴുകി പോകുവാനുള്ള സ്ഥലമില്ലാതെയായി. അപ്പോഴെന്താണ്? ആ അണക്കെട്ട് തുറക്കേണ്ടി വന്നത് മൂലം ഉണ്ടായ വെള്ളപ്പൊക്കം വലിയ ദുരന്തമാണ് വയനാടിന് നൽകിയത്. വളരെയധികം ദുരന്തമാണ് വയനാട്ടിന് നൽകിയത്. ഓക്കെ മക്കളെ, കാരണം പാഠഭാഗം ഒന്നും കൂടി വായിച്ചാലോ? ശ്രദ്ധിച്ചിരുന്നേ. സവിശേഷമായ പ്രകൃതി ഭംഗി കൊണ്ട് സമ്പന്നമായ പ്രദേശമാണ് വയനാട്. സഞ്ചാരികളുടെ കണ്ണിനും കരളിനും കൗതുകവും കുളിർമയും പകരുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ വയനാട്ടിൽ ഉണ്ട്. എടയ്ക്കൽ ഗുഹ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കുർവാ ദ്വീപ്, പൂക്കോട് തടാകം, മുത്തയ്യ വന്യജീവി സങ്കേതം, തുഷാരഗിരി വെള്ളച്ചാട്ടം, തോൽപ്പെട്ടി, ബത്തേരി ജൈനക്ഷേത്രം, കാരാപ്പുഴ ഡാം, പഴശ്ശിരാജയുടെ ശവകുടീരം തുടങ്ങി വൈവിധ്യമാർന്ന കാഴ്ചകൾ വയനാട്ടിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നു. സഞ്ചാരികൾക്ക് ഏറെ ആഹ്ലാദം പകരുന്ന ബാണാസുര സാഗറിലേക്ക് പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. ആരെഴുതിയത്? വയലാർ. വയലാറിന്റെ കൃതികൾ, കവിതകൾ കേട്ടിട്ടുള്ള എന്ത് മനോഹരമായിട്ടുള്ള കുറേ വർഷങ്ങൾ പഴക്കമുള്ള സിനിമാ ഗാനങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ, ചലച്ചിത്ര ഗാനങ്ങൾ. ആലുവാപ്പുഴ പിന്നെയും ഒഴുകി എന്ന് പറഞ്ഞ് നല്ല നല്ല എന്താണ് പറയുന്നത്, ജീവിത സ്പർദ്ധയായിട്ടുള്ള, ജീവിതഗന്ധിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ രചനകൾ, അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം അങ്ങനെയാണ്. ഒരുപാടുണ്ട്. ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി, ചന്ദ്രകളഭം ചാർത്തിയൊരുങ്ങും തീരം. പിന്നെയുണ്ടല്ലോ പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ടുകൂടും ഇനടക്കണ മലയാളി പെണ്ണാണി, ഒരു മലയാളി പെണ്ണാണി. അങ്ങനെ ഒരുപാട് നല്ല എന്താണ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക് കയറി വരുന്ന ഒരുപാട് കവിതകളുണ്ട് അദ്ദേഹത്തിൻ്റെ, കൃതികൾ, ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഉണ്ട്. നോക്കിയ മക്കളെ പാഠഭാഗം ശ്രദ്ധിച്ചേ. വൈത്തിരിപ്പുഴയുടെ നീരൊഴുക്ക് പൊഴുതനയുടെ അരുകുകളിൽ എത്തുമ്പോൾ പൊഴുതന പുഴയായി മാറുന്നു. ആ പുഴയോരങ്ങളും സമീപ പ്രദേശങ്ങളും അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ ധാരാളം തൊഴിലാളികൾ ഒത്തുചേരുന്ന പൊഴുതന ടൗണും കുറച്ചർ മലയുമെല്ലാം പ്രകൃതി ഭംഗി കൊണ്ട് മനം കവരുന്നവയാണ്. ചെറുതരം ഇടത്തരം കാപ്പിത്തോട്ടങ്ങളും ഇവിടെ കാണാം. പൊഴുതനയുടെയും തുടർന്നുള്ള തരിയോട് പടിഞ്ഞാറേത്തറ പ്രദേശങ്ങളും ചേർന്നുള്ള വയനാടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പല ശൃംഗങ്ങളിലായി ബാണാസുരാമലകൾ ഗൗരവത്തോടെ അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1732 അടി ഉയരത്തിൽ നിൽക്കുന്ന ബാണാസുരാമല കയറുന്നത് വയനാട്ടിലെത്തുന്ന സാഹസികരായ വിനോദസഞ്ചാരികൾക്ക് ഏറെ ആവേശകരമാണ്. ചെങ്കുത്തായ മലനിരകൾ കയറി മുകളിലെത്തുമ്പോൾ വയനാടിൻ്റെയും കോഴിക്കോട് ജില്ലയുടെയും തനി പച്ചപ്പാർന്ന സമതലങ്ങളും ചക്രവാള സീമകളിലേക്ക് അതിരിട്ട് കിടക്കുന്നത് കാണാം. ഇവിടുത്തെ കൗതുകകരമായ ദൃശ്യഭംഗിയിൽ മനം മയങ്ങി നിൽക്കുമ്പോൾ വീശിയടിക്കുന്ന ശക്തിയുള്ള കാറ്റ് കോരിത്തരിപ്പ് ഉളവാക്കും. ബാണാസുര മലകളുടെ താഴ്വരയിൽ വ്യാപിച്ചു കിടക്കുന്ന നീല ജലാശയമാണ് ബാണാസുര സാഗർ അണക്കെട്ട്. സ്പിൽവേ ഒഴികെ
25ഓളം ചെറുദ്വീപുകൾക്കിടയിലൂടെയുള്ള ബോട്ട് സഞ്ചാരം സുഖകരവും ആസ്വാദ്യവുമാണ്. 4 ദിക്കുകളും കോട്ട പോലെ ചക്രവാളം മുട്ടി നിൽക്കുന്ന മലനിരകളുടെ ആകൃതി ദൃശ്യചാരുത പകരുന്നു. കുറ്റ്യാടി ഓഗ്മെന്റേഷൻ സ്കീം എന്ന നിലയിൽ വൈദ്യുതി ഉത്പാദനത്തിനും ഒപ്പം കൃഷിക്കും ഈ അണക്കെട്ടിലെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബാണാസുര സാഗർ അണക്കെട്ടിൽ നിന്നും വെളിപ്പാട് അകലെയുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടം ഏവരെയും ആകർഷിക്കുന്നവയാണ്. മഴയുടെ മർമ്മരങ്ങൾ തേടി ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. കൂറ്റൻ പാറക്കെട്ടുകൾ ചാടി 100 അടിയോളം താഴത്തേക്ക് പതഞ്ഞ് ഒഴുകിപ്പോകുന്ന കാട്ടരുവിയുടെ ഇരമ്പം ഈ പ്രദേശത്ത് ആർത്തലയ്ക്കുകയാണ്. തിമിർത്ത് പെയ്യുന്ന മഴയിൽ കുന്നുകളുടെയും ബാണാസുര സാഗറിന്റെയും വിദൂര കാഴ്ചകൾ നമ്മുടെ മനം കവരുക തന്നെ ചെയ്യും. നീലഗിരി മേഖലയിൽ മാത്രം കാണുന്ന അനേകം സസ്യജാലങ്ങളുടെ പറുദീസയാണ് ബാണാസുര കോട്ട. വെള്ളക്കുറിഞ്ഞ് സമൃദ്ധമായി വളരുന്ന അടിക്കാടുകളും ചോലമരങ്ങളും ഇവിടെയുണ്ട്. ബാണാസുര സാഗർ അണക്കെട്ട് നിർമ്മിക്കാനായി ഭൂമി സർക്കാർ ഏറ്റെടുത്തപ്പോൾ തരിയോട് ടൗൺ തന്നെ ഇല്ലാതെയായി. വയനാടിന്റെ പടിഞ്ഞാറ് ഭാഗമായ ബാണാസുര മേഖലയിൽ പ്രകൃതിദത്തമായ വനഭൂമിയും വനസമ്പത്തും ഏറെയുണ്ട്. പ്രകൃതി വയനാടിന് കനിഞ്ഞു നൽകിയ വരദാനമാണ് ശുദ്ധജല സമ്പുഷ്ടമായ കർലാട്ട് തടാകം. പ്രകൃതിദത്തമായ ഈ ജലാശയത്തിന് കുറുകെ ത്രസിപ്പിക്കുന്ന വേഗത്തിൽ കയറിൽ തൂങ്ങി മറുകരയിലെത്തുന്ന സിപ്പിംഗ് ലൈൻ യാത്രയും കയാക്കിംഗ് ബോട്ടിംഗ് സൗകര്യവും സാഹസിക വിനോദയാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടം പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നു. സാധാരണക്കാരും ഇടത്തരക്കാരുമായ ജനവിഭാഗങ്ങൾ ഇവിടെ ഒരുമയോടെ ജീവിക്കുന്നു. തരിയോട്, കൊഴുതന, പടിഞ്ഞാറേത്തറ പ്രദേശങ്ങൾക്ക് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ കഥകളും പറയാനുണ്ട്. 2018 ഓഗസ്റ്റിൽ കേരളത്തിൽ പേമാരി മൂലമുണ്ടായ വെള്ളപ്പൊക്കം വയനാട്ടിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടാക്കി. ബാണാസുര സാഗർ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞതുമൂലം പലതവണ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം തുറന്നുവിടേണ്ടി വന്നു. പുതിയൊരു പുഴ പോലെ ബാണാസുര സാഗറിലെ വെള്ളം ഇരമ്പി ഒഴുകി. വയനാട്ടിലെ പടിഞ്ഞാറേത്തറ, പനമരം, വെള്ളമുണ്ട്, കോട്ടത്തറ തുടങ്ങിയ ഒട്ടേറെ ജനവാസ കേന്ദ്രങ്ങൾ വെള്ളത്തിനടിയിലായി. വീടും സ്വത്തുക്കളും ഉപേക്ഷിച്ച് ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തു. പ്രളയബാധിത മേഖലകളിലെ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഒട്ടേറെ വീടുകൾ പൂർണ്ണമായും അതിലേറെ വീടുകൾ ഭാഗികമായും തകർന്നു. പലർക്കും തിരിച്ചു പോകുവാൻ ഇടയില്ലാതായി. 100 കണക്കിന് ഹെക്ടർ സ്ഥലത്തെ കൃഷികളാണ് വെള്ളപ്പൊക്കം മൂലം നശിച്ചത്. പ്രധാന റോഡുകൾ പോലും വെള്ളത്തിനടിയിലായി. പലയിടങ്ങളിലും റോഡുകൾ തകർന്നു. ഗതാഗതം സ്തംഭിച്ചു. ബാണാസുര സാഗർ അണക്കെട്ട് തുറക്കേണ്ടി വന്നത് മൂലം ഉണ്ടായ വെള്ളപ്പൊക്കം വലിയ ദുരിതമാണ് വയനാട്ടിൽ നൽകിയത്. ഇനി നോക്കിയ മക്കളെ, അതിന്റെ എക്സസൈസും കൂടെ നോക്കിക്കേ. അർത്ഥം എഴുതുക. നീരൊഴുക്ക്, വെള്ളത്തിന്റെ ഒഴുക്ക്, അതിര്, അതിർത്തി. അതിമനോഹരം, വളരെ സുന്ദരം. സീമ, അതിര്. കോരിത്തരിക്കുക, രോമാഞ്ചം കൊള്ളുക. വ്യാപിച്ചു കിടക്കുക, പടർന്നു കിടക്കുക. നയനം, കണ്ണ്. തിമിർത്ത് പെയ്യുക, ശക്തമായി പെയ്യുക. ആർത്തലയ്ക്കുക, ഉറക്കെ ആഹ്ലാദ ശബ്ദം പുറപ്പെടുവിക്കുക. വിദൂര കാഴ്ചകൾ, എന്താണ്? അകലെയുള്ള കാഴ്ചകൾ. സസ്യജാലം, ചെടികളുടെ കൂട്ടം. വരദാനം, അനുഗ്രഹം. തടാകം, ജലാശയം. പ്രകൃതിദത്തം, പ്രകൃതിയിൽ നിന്നും ഉള്ളതാണ്. പ്രകൃതിദത്തം, നാച്ചുറൽ നമ്മൾ പറയത്തില്ലേ. ത്രസിപ്പിക്കുക, ഞെട്ടി വിറപ്പിക്കുക. ത്രസിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഞെട്ടി വിറപ്പിക്കുക. പ്രകൃതിദത്തം, പ്രകൃതിയിൽ നിന്നും ലഭിച്ചതാണ് കേട്ടോ നിങ്ങളെ. അടുത്ത് നോക്കിയേ, വെള്ളക്കുറിഞ്ഞി. പിരിച്ചെഴുതാനുള്ളതാണ്. വെള്ള അധികം കുറിഞ്ഞി. അകലെയുള്ള, അകലെ അധികം ഉള്ള. മലപ്രദേശം, മല അധികം പ്രദേശം. തേയിലത്തോട്ടം, തേയില അധികം തോട്ടം. അടുത്ത് നോക്കിയേ, വാക്യത്തിൽ പ്രയോഗിക്കുക. നയന മനോഹരം.
മൂന്നാർ മലകളിൽ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികൾ നയന മനോഹരമാണ്. ഞാൻ പറഞ്ഞില്ലേ നീലക്കുറിഞ്ഞി പൂക്കുമെന്ന്. അടുത്ത നോക്കിയേ പ്രകൃതിദത്തം. പ്രകൃതിദത്തമായ മനോഹാരിതയാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണത്തിന് അർഹമാക്കുന്ന മുഖ്യ ഘടകം. മുന്നോട്ട് വച്ചാലും പിറകോട്ട് വച്ചാലും ഒരുപോലെയുള്ള പദങ്ങളാണ്. നോക്കിയേ കന്യക. അപ്പൊ തിരിച്ചു മറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെയല്ലേ അത് വരുന്നത്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് അതുണ്ട്. കത്രിക, കന്യക, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. അതിന് ബാക്കി വേറെ ബുക്കിൽ തന്നിട്ടുണ്ട്. അടുത്ത നോക്കി നിങ്ങളെ ഉത്തരം എഴുതുക. താഴെ കൊടുത്തിരിക്കുന്നവയെ കുറിച്ച് ലഘു വിവരണം തയ്യാറാക്കുക. ബാണാസുര മലകൾ. വയനാടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പല ശൃംഗങ്ങളിലായി ബാണാസുര മലകൾ തല ഉയർത്തി നിൽക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 6732 അടി ഉയരത്തിൽ നിൽക്കുന്ന ബാണാസുര മല കയറുക എന്നത് സാഹസികരമായ വിനോദസഞ്ചാരികൾക്ക് ഏറെ ആവേശകരമാണ്. ചെങ്കുത്തായ മലകൾ കയറി മുകളിലെത്തിയാൽ വയനാടിന്റെയും കോഴിക്കോട് ജില്ലയിലെയും മനോഹര ദൃശ്യങ്ങൾ കാണാം. കൗതുകകരമായ ദൃശ്യഭംഗിയോടൊപ്പം വീശിയടിക്കുന്ന കാറ്റ് സഞ്ചാരികളെ കോരിത്തെരിപ്പിക്കുന്നതാണ്. അടുത്ത നോക്കിയേ മീൻമുട്ടി വെള്ളച്ചാട്ടം. ബാണാസുര സാഗർ അണക്കെട്ടിൽ നിന്നും വെളിപ്പാട് അകലെയുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടം ഏവരെയും ആകർഷിക്കുന്നതാണ്. മഴയുടെ മർമ്മരങ്ങൾ തേടി ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. കൂറ്റൻ പാറക്കെട്ടുകൾ ചാടി 100 അടിയോളം താഴേക്ക് പതഞ്ഞ് ഒഴുകിപ്പോകുന്ന കാട്ടരുവികളുടെ ഇരമ്പം ഈ മലപ്രദേശത്തെ ആകെ ആർത്തലയ്ക്കുന്നു. ശക്തമായ മഴയിൽ കുന്നുകളിലൂടെയും ബാണാസുര സാഗറിന്റെയും ഇവിടെ നിന്നുള്ള കാഴ്ച മനം കവരുന്നതാണ്. കർലാട് തടാകം. വയനാടിന് പ്രകൃതി കന്നി നൽകിയ വരദാനമാണ് കർലാട് തടാകം. പ്രകൃതിദത്തമായ ഈ ജലാശയത്തിന് കുറുകെ കയറി തൂങ്ങി അതിവേഗത്തിൽ മറുകരയിലെത്തുന്ന സ്പിൻ ലൈൻ യാത്രക്കാരും കയാക്കിംഗ് ബോട്ടിംഗ് സൗകര്യവും ഇവിടെയുണ്ട്. സാധാരണക്കാരും ഇടത്തരക്കാരുമായ ജനവിഭാഗങ്ങൾ ഒരുമയോടെ ജീവിക്കുന്ന ഈ പ്രദേശത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ കുടിയേറ്റക്കാരും താമസിക്കുന്നുണ്ട്. ബാണാസുര സാഗർ അണക്കെട്ട്. ബാണാസുര മലകളുടെ താഴ്വരയിൽ വ്യാപിച്ചു കിടക്കുന്ന നീല ജലാശയമാണ് ബാണാസുര സാഗർ അണക്കെട്ട്. സ്പിൽവേ ഒഴികെ ബാക്കി മുഴുവൻ മണ്ണുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ മനോഹരമായ ജലാശയം. 25ഓളം ചെറുദ്വീപുകൾക്കിടയിലുള്ള ബോട്ട് സഞ്ചാരം ഏറെ ആസ്വാദ്യമാണ്. 4 വശത്തും കോട്ട പോലെ ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകളുടെ ദൃശ്യവും ഏറെ മനോഹരമാണ്. കുറ്റ്യാടി ഓഗ്മെന്റേഷൻ സ്കീം എന്ന നിലയിൽ വൈദ്യുതി ഉത്പാദനത്തിനും കൃഷിക്കും ഈ അണക്കെട്ടിലെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ മക്കളെ, ഇത്രയും ഭാഗമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. നന്നായിട്ട് വായിച്ചു നോക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും മാഡത്തിനെ വിളിച്ച് നോക്കുക. നോട്ട്സ് വരുമ്പോൾ തന്നെ നിങ്ങളത് എഴുതി തീർക്കുക. പെൻഡിങ് വെക്കരുത്. പിന്നെ എല്ലാ നോട്ട്സും കൂടി ഒരുമിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ മക്കളെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.